എല്ലാവർക്കും നമസ്കാരം. വിപ്ലവ നായകന് വിട, സമരനായകന് വിട, ജനനായകന് വിട. ബഹുമാനപ്പെട്ട ശ്രീ വി.എസ്. അച്യുതാനന്ദൻ ആദരാഞ്ജലികൾ നേരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനും ആഗ്രഹിക്കുന്നു. ജനമനസ്സുകളിൽ എന്നും ഇടം നേടിയ കറകളഞ്ഞ തീർത്ത തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൻ, അതായത് സമരമുഖത്ത് സമരക്കാരോടൊപ്പം കുത്തിയിരുന്ന് പെൻഷനും ആനുകൂല്യങ്ങളും നേടിയെടുത്ത സമരനായകൻ, കർഷകർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പരിഹാരം കാണാൻ ഇറങ്ങിയ കർഷക നായകൻ, സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ ജന്മിത്ത ഭരണമായിരുന്ന കാലത്ത് ഒരു വാക്കുപോലും സംസാരിക്കാൻ മടിച്ച സാധാരണക്കാർക്ക് വേണ്ടി ജന്മിമാരോട് സംസാരിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുകയും പോലീസ് ലോക്കപ്പിൽ കിടന്ന് പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്ത സമരനായകൻ. ഒരുപാട് വിശേഷണങ്ങൾ പറയാം ശ്രീ വി.എസ്. അച്യുതാനന്ദനെ കുറിച്ച്. കേരളത്തിൽ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും ഒരുപാട് കാലം പ്രതിപക്ഷ നേതാവായും ഒരുപാട് കാലം സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് സമരനായകനായും ഇറങ്ങി വന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സമരനായകൻ. ഒരൊറ്റ വാക്ക് മാത്രമേ ഇന്നലെ വൈകുന്നേരം മുതൽ കേൾക്കാനുള്ളൂ: കണ്ണേ കരളെ വി.എസ്.എ, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പുന്നപ്ര വയലാർ സമരകാലത്ത് 1946 കാലഘട്ടത്തിൽ അവിടുത്തെ ട്രേഡ് യൂണിയൻ സമ്മേളനത്തിൽ സംസാരിക്കുകയും അതിനെതിരെ അന്ന് CP ദിവാൻ രാമസ്വാമി വി.എസ്. അച്യുതാനന്ദനെതിരെ അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. പാർട്ടി അദ്ദേഹത്തോട് ഒളിവിൽ പോവാൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നിന്നും നേരെ കോട്ടയം പൂഞ്ഞാറിലേക്ക് വന്നു. ഏകദേശം 1 മാസക്കാലോളം ഒളിവിൽ താമസിക്കുകയും അവിടെ വെച്ച് ആരോ ഒറ്റിയതിൻ്റെ പേരിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുകയും ഈരാറ്റുപേട്ട പോലീസ് ലോക്കപ്പിലേക്ക്. കൊടിയ മർദ്ദനം, കൊടിയ പീഡനം ഒരുപാട് അനുഭവിച്ചു, പാലായിലും ഈരാറ്റുപേട്ടയിലും. അവസാനം പാലായിലെ പോലീസ് ലോക്കപ്പിൽ ബോധരഹിതനായ അദ്ദേഹം മരിച്ചു എന്ന് കരുതി വിധിയെഴുതിയ പോലീസുകാർ അദ്ദേഹത്തെ എടുത്ത് ജീപ്പിലാക്കി സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു മോഷ്ടാവിനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തെ എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പോകുന്ന വഴിക്ക് ആ മോഷ്ടാവിൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഒരു ദയ അല്ലെങ്കിൽ അലിവ് എന്ന് വേണമെങ്കിൽ പറയാം. സർ, ജീവനുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ പോലീസുകാരും അതനുസരിച്ചു. പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോലീസ് വണ്ടി പോയി. അങ്ങനെ അവിടെ നിന്നും പുതിയ ഒരു ഫീനിക്സ് പക്ഷിയായി ജീവിതത്തിലേക്ക് പറന്നുയരാൻ അല്ലെങ്കിൽ എഴുന്നേറ്റൊന്ന് നടക്കാൻ അദ്ദേഹത്തിന് 3 ദിവസത്തിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. 2-3 ദിവസത്തിനുള്ളിൽ അദ്ദേഹം വേച്ച് നടക്കാൻ തുടങ്ങി. ആരോ പറയുന്നത് പോലെ ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ച നായകനായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ ചെയ്യാൻ ഏൽപ്പിച്ച് വിട്ടതുപോലെ അദ്ദേഹം അന്നും വിടവാങ്ങിയില്ല. വീണ്ടും അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അതിനുശേഷമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുകയുണ്ടായിരിക്കുക. ഒരുപാട് പേരുടെ, സാധാരണക്കാരുടെ ആവശ്യങ്ങൾ മാറ്റാനും ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു. അതിനുശേഷം കാലങ്ങളായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും കേരളത്തിലെ പ്രതിപക്ഷ നേതാവായും ഭരണപക്ഷത്തിൻ്റെ ഒരുപാട് ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ച ആ പഴയ വിപ്ലവകാരി ഇന്ന് ആശുപത്രി കിടക്കകളിൽ കഴിഞ്ഞൊരു മാസക്കാലമായി. നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ആ സമരനായകൻ ഇന്നും ഒരു മാസക്കാലത്തോളം ഹോസ്പിറ്റലിൽ കഴിയുകയും, എന്നാൽ അദ്ദേഹത്തിൻ്റെ അന്ന്, അതായത് ആ 1 മാസത്തിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം നിലച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടും അതിനുശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ തലച്ചോറും എല്ലാം പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ വൃക്ക രണ്ടും പൂർണ്ണമായും നിലച്ചിരുന്നു, വൃക്കയുടെ പ്രവർത്തനം. അങ്ങനെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കെയാണ് രക്തസമ്മർദ്ദം താഴുകയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 അദ്ദേഹം മരണത്തിന് കീഴടക്കുകയും ചെയ്തു. ഇനി ചെയ്യാൻ ഈ ഒരു ആയുഷ്കാലം, 1 നൂറ്റാണ്ടുകാലം ജീവിച്ച അദ്ദേഹത്തിന് ഇനി ചെയ്യാൻ ഭൂമിയിൽ ഒന്നും ബാക്കിയില്ല, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊന്നും അനുവദിക്കുന്നില്ല. പണ്ട് നമ്മൾ കണ്ട ആ സമരത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും അല്ലെങ്കിൽ ആ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെയും അവസാനത്തെ കണ്ണിയായി ശ്രീ വി.എസ്. അച്യുതാനന്ദനും നമ്മുടെ ഇടയിൽ നിന്നും വിടവാങ്ങുന്നു. പറയാൻ ഒന്നു മാത്രമേ ഉള്ളൂ: കണ്ണേ കരളെ വി.എസ്.എ, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. ഏതൊരു സമരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരു വിപ്ലവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും സാധാരണക്കാരന് നമ്മൾക്ക് കിട്ടാനുള്ളൊരാവശ്യം ചോദിച്ച് വാങ്ങാൻ പോകുമ്പോഴും ഉള്ളിൽ ഓർക്കുക,
ഉള്ളിൽ ഓർക്കുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ്റേത്. വീണ്ടും നേരുന്നു ഹൃദയത്തിൽ നിന്നും ഒരു ബാഷ്പാഞ്ജലി, ഒരു ആദരാഞ്ജലി. വിട പ്രിയ സഖാവേ.